എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി നാം പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീടിൻ്റെ പരിസരത്ത് നട്ടുപിടിപ്പിക്കുന്ന സസ്യങ്ങൾ. ഭാരതീയ സംസ്കാരത്തിലും വാസ്തുശാസ്ത്രത്തിലും സസ്യങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അത്തരത്തിൽ വാസ്തുപരമായ ഗുണങ്ങൾ കൊണ്ടും ആത്മീയമായ പ്രത്യേകതകൾ കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം. അപരാജിത എന്നും ഇതിന് പേരുണ്ട്. ഇതിനർത്ഥം തോൽപ്പിക്കാൻ കഴിയാത്തത് എന്നാണ്. ഈ പൂവ് ശംഖുപുഷ്പം വിടർന്നു നിൽക്കുന്നത് കാണാൻ ശംഖിൻ്റെ ആകൃതിയുള്ളതിനാലാണ് ഇതിനെ ശംഖുപുഷ്പം എന്ന് വിളിക്കുന്നത്. എല്ലാ വീടുകളിലും ഇത് വളർത്താൻ ശ്രമിക്കാറുണ്ടെങ്കിലും ചില വീടുകളിൽ മാത്രമേ ഇത് തഴച്ചു വളരുകയും മനോഹരമായി പൂവിടുകയും ചെയ്യുകയുള്ളൂ. അത് ആ മണ്ണിൻ്റെയും ആ വീടിൻ്റെയും ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം നന്നായി വളരുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു ചെടി വളരുന്നതല്ല, മറിച്ച് ആ വീട്ടിലേക്ക് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും സൂചനയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ശംഖുപുഷ്പം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ട സസ്യമാണെന്നാണ് പുരാണ കഥകൾ പറയുന്നത്. ശംഖുപുഷ്പം ദുർഗാദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ്. കൂടാതെ നീല ശംഖുപുഷ്പം ഭഗവാൻ വിഷ്ണുവിനും ശിവനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടി വളരുകയും പൂവിടുകയും ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവീക സാന്നിധ്യം കൂടുതലായിരിക്കും. വാസ്തുശാസ്ത്രപരമായി ഈ ചെടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇത് നടുന്ന സ്ഥാനവും രീതിയും കൃത്യമായിരിക്കണം. വടക്ക് കിഴക്കു ദിശ, അതായത് ഈശാനകോൺ. ദൈവീക ചെടികൾ നടാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനമാണ് വടക്കുകിഴക്ക് ദിശ. ഇവിടെ ശംഖുപുഷ്പം വളരുന്നത് കുടുംബത്തിൽ ഐശ്വര്യമാണ് നിറയ്ക്കുന്നത്. അതുപോലെ കിഴക്കു ദിശ, സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഈ ഭാഗത്ത് ചെടി നടുന്നത് പോസിറ്റീവ് ഊർജമാണ് വർദ്ധിപ്പിക്കുന്നത്. വടക്ക് ദിശയിലാകട്ടെ ധനനേട്ടമാണ് ലക്ഷ്യമെങ്കിൽ വടക്ക് ദിശയിൽ ശംഖുപുഷ്പം വളർത്തുന്നത് ഉത്തമമാണ്. കുബേരന്റെ ദിശയായതിനാൽ ഇത് സമ്പത്ത് ആകർഷിക്കും. അതുപോലെ തന്നെ ഒരിക്കലും ഈ ഒരു സസ്യം നടാൻ പാടില്ലാത്ത സ്ഥാനമെന്നത് വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയിലാണ് ശംഖുപുഷ്പം വളർത്തരുത് എന്ന് പറയുന്ന സ്ഥലം. അവിടെ തനിയെ കിളിർത്തു വന്നാൽ പോലും അത് മാറ്റി നടേണ്ടതാണ്. കാരണം അത് നെഗറ്റീവ് എനർജിക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ ശംഖുപുഷ്പം ചെടി ഉണങ്ങിപ്പോവുകയോ പൂക്കൾ പെട്ടെന്ന് വാടുകയോ ചെയ്യുന്നത് വാസ്തുദോഷത്തെയോ നെഗറ്റീവ് ഊർജത്തെയോ സൂചിപ്പിക്കുന്നു. അതിനാൽ കൃത്യമായ ശുദ്ധിയോടും ശ്രദ്ധയോടും കൂടി വേണം ഈ ചെടിയെ പരിപാലിക്കാൻ. ശംഖുപുഷ്പം പൂക്കുന്ന വീട്ടിൽ സംഭവിക്കുന്ന 6 അത്ഭുത മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ ശംഖുപുഷ്പം സമൃദ്ധമായി പൂവിട്ടു നിൽക്കുകയാണെങ്കിൽ ഉടനടി സംഭവിക്കാൻ പോകുന്ന 6 കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത്, പോസിറ്റീവ് ഊർജത്തിൻ്റെ പ്രവാഹമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ശംഖുപുഷ്പം പൂക്കുന്നതോടെ ആ വീട്ടിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും. വീടിനുള്ളിൽ എപ്പോഴും ഒരു പ്രസന്നത അനുഭവപ്പെടും. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ മാറി മനസമാധാനവും സന്തോഷവും കൈവരും. സാമ്പത്തികമായ തടസ്സങ്ങൾ നീങ്ങി പുതിയ വഴികൾ തുറക്കപ്പെടാൻ നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം പൂക്കുന്നതോടെ സാധിക്കും.
രണ്ടാമത്തെ കാര്യം ദൈവാനുഗ്രഹത്തിൻ്റെ സൂചനയാണ്. ദൈവാധീനമുള്ള മണ്ണിൽ മാത്രമേ ശംഖുപുഷ്പം നന്നായി വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെടിയിൽ പൂക്കൾ നിറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദൈവീക കടാക്ഷം ഉണ്ടെന്നതിൻ്റെ വലിയൊരു ലക്ഷണമാണിത്. ജീവിതത്തിൽ ഇത്രയും കാലം അനുഭവിച്ച തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വരും. അടുത്തതായി മൂന്നാമത്തെ കാര്യം കർമ്മമേഖലയിലെ വിജയവും ധനസമൃദ്ധിയുമാണ്. അതായത് ശംഖുപുഷ്പം പൂത്തുലയുന്ന വീട്ടിൽ ഉടനടി ശുഭവാർത്തകൾ എത്തും. ജോലിയിലോ ബിസിനസ്സിലോ വലിയ പുരോഗതിയുണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും അതുവഴി ദാരിദ്ര്യം അകറ്റാനും സാധിക്കുമെന്നാണ് വിശ്വാസം. അടുത്തത് ശംഖുപുഷ്പം പൂക്കുന്ന വീട്ടിൽ ഉടനടി സംഭവിക്കാൻ പോകുന്ന നാലാമത്തെ മാറ്റമാണ് മികച്ച ആരോഗ്യസ്ഥിതി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലട്ടുന്നവർക്ക് ശംഖുപുഷ്പം പൂക്കുന്ന വീട് വലിയൊരു ആശ്വാസമായിരിക്കും. വീട്ടിലുള്ളവരുടെ രോഗാവസ്ഥകൾ കുറയുകയും ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കുകയും ചെയ്യും. ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയായതിനാൽ ഇത് പരിസരത്തെ വായുവിനെ ശുദ്ധീകരിക്കുകയും ആരോഗ്യകരമായ അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യുന്നു. അടുത്തതായി അഞ്ചാമത്തെ കാര്യമാണ് ശത്രുദോഷവും ദൃഷ്ടിദോഷവും നീങ്ങുകയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള മഹാഭാഗ്യം ഈ ചെടി പൂക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ദുഷ്ടശക്തികളെ അകറ്റി നിർത്താൻ ഒരു സംരക്ഷണ കവചം പോലെ ഈ സസ്യം പ്രവർത്തിക്കും. വീടിനു ചുറ്റും ഒരു പോസിറ്റീവ് പ്രഭാവലയം ഇത് തീർക്കുന്നു. അടുത്തതായി ആറാമത്തെ മാറ്റമാണ് അപ്രതീക്ഷിത ധനവരവും കടബാധ്യതകളിൽ നിന്നുള്ള മോചനവുമാണ് സംഭവിക്കാൻ പോകുന്നത്. പതിവിലും വിപരീതമായി പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് വലിയൊരു ധനവരവിൻ്റെ സൂചനയാണ്. തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പണം ലഭിക്കാനും കടബാധ്യതകൾ തീർക്കാനുമുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും. മംഗളകാര്യങ്ങൾ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാനുള്ള സാധ്യതയും ഇത് മുൻകൂട്ടി കാണിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഓരോ ചെടിയും ഓരോ ഊർജമാണ്. ശംഖുപുഷ്പം കേവലം ഒരു വള്ളിച്ചെടിയല്ല, മറിച്ച് അത് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും ഇത് ഈ രീതിയിൽ പൂക്കില്ല. കൃത്യമായ വാസ്തുസ്ഥാനത്ത് നട്ട് വളർത്തുകയും ഭക്തിയോടും വൃത്തിയോടും കൂടി പരിപാലിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അതിനെ സ്നേഹത്തോടെ പരിപാലിക്കുക. ശരിയായ സ്ഥാനത്താണോ എന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും പലരും ചെടി വളർത്തുന്നതിനെ പുച്ഛിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ചെടികൾ നിങ്ങൾക്ക് നൽകുന്ന ഊർജമെന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അത് ചെടികളെ പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ ചെടിയും ഓരോ ഊർജമാണ് സമ്മാനിക്കുന്നത്. ദൈവിക കടാക്ഷമുള്ള ഈ ശംഖുപുഷ്പം നടുന്നതിലൂടെ, അത് പരിപാലിക്കുന്നതിലൂടെ, പൂക്കുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതുവരെ വീട്ടിൽ ശംഖുപുഷ്പം നടാത്തവരാണെങ്കിൽ തീർച്ചയായും ഒരു ചെറിയൊരു തൈയെങ്കിലും നട്ടുപിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുക. അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാകും. ശുദ്ധിയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും മാത്രം അതിനെ പരിപാലിക്കുക. നടുമ്പോൾ തീർച്ചയായും സ്ഥാനം നോക്കി കൃത്യസ്ഥാനത്ത് തന്നെ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും ദൈവീകതയെയും ഒരുപോലെ ആദരിക്കുമ്പോൾ ജീവിതത്തിൽ ഐശ്വര്യം തനിയെ വന്നുചേരും. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സമ്പത്തും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം.
നന്ദി, നമസ്കാരം.